2029 വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കേരളത്തിൽ 30ഓളം വരുന്ന ലോക്സഭാ മണ്ഡലങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. മധ്യ കേരളത്തിൽ എങ്ങനെ BJPയുടെ സാന്നിധ്യം ഉറപ്പിക്കണം എന്ന് കൃത്യമായൊരു ധാരണ ആർക്കുണ്ട്? BJPയുടെ കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. അപ്പോൾ 2029 എന്ന് പറയുന്നത് ഒരു ത്രികോണ മത്സരമായിരിക്കും കേരളത്തിൽ നടക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2029 നടക്കാൻ പോകുന്നത് ഇന്ത്യൻ ജനാധിപത്യം ഇതേ രീതിയിൽ ഇവിടെ നിലനിൽക്കണോ, ഇന്ത്യൻ ഭരണഘടന ഇതേ രീതിയിലൂടെ നിലനിൽക്കണോ എന്നതായിരിക്കണം എല്ലാ പാർട്ടികളുടെയും ഒരു മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. നമസ്കാരം സാർ. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് 2029 തെരഞ്ഞെടുപ്പിന് വേണ്ടി BJP നടത്തുന്ന മുന്നൊരുക്കങ്ങൾ. ദേശീയ നേതൃത്വത്തിൽ അവർ നടത്തിയിട്ടുള്ള മാറ്റങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഒരുപക്ഷെ സംസ്ഥാന നേതൃത്വത്തിലും പൂർണ്ണ അഴിച്ചുപണി അല്ലെങ്കിൽ പോലും പല മാറ്റങ്ങളും വരും ദിവസങ്ങളുണ്ടാവാം. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഓരോ ജില്ലകളുടെയും ചുമതല പ്രഭാരിമാർക്ക് പുതിയവർക്ക് അല്ലെങ്കിൽ പഴയ ആൾക്കാരെ സ്ഥലം മാറ്റിയിട്ടൊക്കെ വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൽ ഷോൺ ജോർജും അനൂപ് ആൻ്റണിയും പോലുള്ളവർക്ക് കൂടുതൽ ജില്ലകളിലെ ചുമതലയൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ BJP അവരുടെ പ്രചരണങ്ങൾ വിഭജിച്ച് കൊടുത്തു കഴിഞ്ഞു. ഈ ഒറ്റനോട്ടത്തിൽ വലിയ പ്രശ്നമാണോ എന്ന് തോന്നിയേക്കാവുന്ന ഒരു ചോദ്യമാണിത്. പക്ഷേ BJPയുടെ സ്ലീപ്പിംഗ് സെൽസ് എത്രത്തോളം പവർഫുൾ ആണെന്ന് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ വരുന്ന അടുത്തൊരു 3 വർഷത്തിനപ്പുറം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടി വരില്ലേ? തോമസ് ഇപ്പോൾ പറഞ്ഞ സ്ലീപ്പിംഗ് സെല്ല്, ഈ സ്ലീപ്പിംഗ് സെല്ലിനെ തന്നെയാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭയക്കേണ്ടത്. ഇടതുപക്ഷത്തിൻ്റെ സ്പേസിലേക്കാണോ അതോ വലതുപക്ഷത്തിൻ്റെ സ്പേസിലേക്കാണോ അതോ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്പേസിലേക്കാണോ ഈ സ്ലീപ്പിംഗ് സെല്ലുകൾ കടന്നു കയറുക എന്ന് മാത്രമാണ് നോക്കേണ്ടത്. അതായത് നമ്മൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഈഴവ സമുദായത്തിലേക്കും അതോടൊപ്പം തന്നെ നായർ സമുദായത്തിലേക്കും വലിയ രീതിയിലുള്ള കടന്നുകയറ്റമാണ് BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൂടാതെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടുള്ള ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പിന്തുണ ആർജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരുനീക്കങ്ങളാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2029 വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കേരളത്തിൽ 30ഓളം വരുന്ന ലോക്സഭാ മണ്ഡലങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഈ 30ഓളം വരുന്ന ലോക്സഭാ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് BJPയുടെ ജില്ലകളെ എടുത്ത് പരിശോധിക്കണം. BJPയുടെ സംഘടനാ ജില്ലകളുണ്ട്. BJPയുടെ സംഘടനാ ജില്ലകൾ എന്ന് പറയുന്നത് മൊത്തത്തിൽ 30ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതേ രീതിയിൽ തന്നെയാണ് 30 പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങൾ കേരളത്തിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം നടത്താൻ വേണ്ടി BJPക്ക് സാധിക്കും. BJPയുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ അവരുടെ ഇട്ടപ്പെട്ടലുകൾ എന്ന് പറയുന്നത് ഇവരൊക്കെ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്താണ്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്താണ്. പല രീതിയിൽ, പല ഭാവത്തിൽ, രൂപത്തിൽ ഒക്കെ ഈ സ്ലീപ്പിംഗ് സെല്ലുകൾ നമുക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മൾ പോലും അറിയുന്നില്ല. നമ്മൾ പോലും അറിയാതെ ചില വീഡിയോസൊക്കെ ഇവിടെ വളരെ വലിയ രീതിയിൽ പ്രചരിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ BJPയുടെ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് അവർ ആദ്യം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മേഖലകളായിട്ട് തിരിച്ചിരിക്കുന്നു. ഈ 6 മേഖലകളിലും നിയമിച്ചിരിക്കുന്ന ആളുകളെ എടുത്ത് പരിശോധിക്കുക. അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് അനൂപ് ആൻ്റണിയുടെയും ഷോൺ ജോർജിൻ്റെയും നിയമനങ്ങളാണ്. അതായത് പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളുടെ ചുമതലയാണ് ആർക്ക് കൊടുത്തിരിക്കുന്നത്? അനൂപ് ആൻ്റണിക്ക് കൊടുത്തിരിക്കുന്നത്. കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളുടെ ചുമതലയാണ് ഷോൺ ജോർജിന് കൊടുത്തിരിക്കുന്നത്. മധ്യ കേരളത്തിൽ എങ്ങനെ BJPയുടെ സാന്നിധ്യം ഉറപ്പിക്കണം എന്ന് കൃത്യമായൊരു ധാരണ ആർക്കുണ്ട്? BJPയുടെ കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. ഇതൊരിക്കലും കേരള സംസ്ഥാനത്തു നിന്നുള്ള ആരുടെയെങ്കിലും ഒക്കെ ഒരു ഐഡിയ ഒന്നുമല്ല. ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെയാണ്, അല്ലെങ്കിൽ RSSന്റെ കേന്ദ്ര നേതൃത്വത്തിൻ്റെയാണ്. പ്രത്യേകിച്ച് അനൂപ് ആൻ്റണിക്കൊക്കെ കേന്ദ്ര നേതൃത്വമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. നല്ല ഏറ്റവും അടുത്ത ബന്ധമാണുള്ളത്. ഇപ്പം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കാസർഗോഡ്, കണ്ണൂർ, വയനാട് മേഖലാ പ്രഭാരിയായി BJPയുടെ സംസ്ഥാന കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് VK സജീവനെയാണ് നിയമിച്ചിട്ടുള്ളത്. എടുത്ത് ഓരോന്ന് പരിശോധിച്ച് നോക്കുക. കോഴിക്കോട്, മലപ്പുറം മേഖലാ പ്രഭാരിയായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണനെയാണ് നിയമിച്ചിട്ടുള്ളത്. ഈ പേരുകളൊക്കെ ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ BJPയുടെ നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ കേൾക്കുന്ന കുറേ പേരുകളുണ്ട്. അവരിൽ പലരും പലപ്പോഴും ഒരു ട്രോൾ മെറ്റീരിയൽസ് ആയിട്ട് മാറാറുമുണ്ട്. പക്ഷേ ഇതിനൊക്കെ വ്യത്യസ്തരായിട്ട് സംഘടനാ പ്രവർത്തനം കൃത്യമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞത്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ, പാലക്കാട് മേഖലാ പ്രഭാരിയായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അനീഷിനെ തിരഞ്ഞെടുത്തു. പിന്നെ അനൂപ് കാര്യം ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതേ രീതിയിൽ 6 മേഖലകളിൽ BJP വിഭജിച്ചു കഴിഞ്ഞു, ചുമതലകൾ നൽകിക്കഴിഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ്? അവർക്കൊരു PCC അധ്യക്ഷനെ നിയമിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല.
ഒരു മുഴുവൻ സമയ PCC അധ്യക്ഷനെ നിയമിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. KPCC ഓഫീസിൽ KPCC പ്രസിഡന്റ് എന്ന് എഴുതിയ ബോർഡ് ഇപ്പോഴും അനാഥമായിട്ടിരിക്കുകയാണ്. ആ മുറിക്കകത്ത് PCC അധ്യക്ഷൻ ഇരിക്കുന്നില്ല. ഭരണപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഈ പാർട്ടിയെ സംബന്ധിച്ച് ആ പാർട്ടിയിലുള്ള പ്രവർത്തകരുടെ എന്തെല്ലാം കാര്യങ്ങൾ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു കൊടുക്കാനുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ട്രാൻസ്ഫർ ഉൾപ്പെടെ, അതല്ലെങ്കിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടെ കൃത്യമായ ഒരു ഇടപെടലുകൾ നടത്തേണ്ട ആളല്ലേ PCC അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ ടൈം PCC അധ്യക്ഷൻ ഇല്ലാത്തൊരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. നിലവിലത്തെ PCC അധ്യക്ഷൻ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തെ മന്ത്രിയാക്കിയതിനു ശേഷം കൊടുത്തിരിക്കുന്ന വകുപ്പോ ഏറ്റവും കൂടുതൽ തെറി കേൾക്കുന്ന വൈദ്യുതി വകുപ്പ്. വൈദ്യുതി വകുപ്പിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ കേരളം 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്ന സമയത്ത് BJP എന്ന പാർട്ടിയെ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അത് ഇടതുപക്ഷമായാലും ശരിയാണ്, ഐക്യ ജനാധിപത്യ മുന്നണിയാണെങ്കിലും ശരിയാണ്. 2029 ആകുമ്പോഴത്തേക്ക് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം എന്നൊരു കാര്യം കൂടി ഉണ്ടാവും. അതുകൂടി പരിഗണിച്ചിട്ടായിരിക്കും വോട്ട് പെട്ടിയിൽ വീഴുക. CPM-ൻ്റെ ആ സമയത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിപ്പോൾ പറയാൻ വേണ്ടി സാധിക്കില്ല. അവർ സംഘടനാ സംവിധാനമൊക്കെ ശക്തമാക്കി ഒരു ശക്തമായ തിരിച്ചുവരവ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോഴും നേരിടേണ്ടി വരുന്നത് സംഘടനാ സംവിധാനങ്ങളുള്ള, ആവശ്യത്തിനും അതിലധികവും പണം കയ്യിലുള്ള, പണമാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പവർ എന്ന് പറയുന്നത്. ആരെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ ശേഷിയുള്ള പണം, ആ പണം അവരുടെ കൈവശമുണ്ട്. മറ്റെന്തെങ്കിലും ഒരു കേസുമായിട്ട് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് ആ സമയത്ത് CPM-നെ പ്രതിരോധത്തിലാക്കാനും അല്ല, CPM-നെ മാത്രമല്ല കോൺഗ്രസിനെ പ്രതിരോധത്തിൽ ആഴ്ത്താൻ വേണ്ടി സാധിക്കും. ഇന്നിപ്പോൾ ഈ വീണ വിജയനെതിരെയൊക്കെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം, EDയുടെയും SFIയുടെ ഒക്കെ അന്വേഷണം, ഈ അന്വേഷണമൊക്കെ നാളെ ഇത് ഈ പറയുന്ന നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് നേരെ വരും. നാഷണൽ ഹെറാൾഡ് കേസ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചോദ്യം ചെയ്തില്ലേ? റോബർട്ട് വദ്രയെ ചോദ്യം ചെയ്തില്ലേ? അന്നല്ല 171 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് കൊടുക്കേണ്ട ഗതികേടുണ്ടായത് റോബർട്ട് വദ്രയ്ക്ക്. അപ്പോൾ ഇതൊക്കെ ആലോചിക്കണ്ടേ? അപ്പോൾ 2029 എന്ന് പറയുന്നത് ഒരു ത്രികോണ മത്സരമായിരിക്കും കേരളത്തിൽ നടക്കുക. അതുകൂടാതെ തന്നെ മണ്ഡല പുനഃക്രമീകരണം വരികയും ഇപ്പോൾ BJPയുടെ സംഘടനാ ജില്ലകളുടെ അടിസ്ഥാനത്തിൽ ലോക്സഭാ മണ്ഡലങ്ങൾ വരികയും ചെയ്തു കഴിഞ്ഞാൽ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതോടൊപ്പം തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയും കുറച്ച് വേർക്കും. അത് ഇപ്പോഴേ മനസ്സിലാക്കി പ്രവർത്തനം തുടങ്ങേണ്ടതുണ്ട്. സംഘടനാ സംവിധാനങ്ങൾ CPM ആയാലും CPI ആയാലും ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ED അന്വേഷണം നടക്കുന്നു. ED രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് CPM പറയുന്നു. പക്ഷേ CPI പറയുന്നു ED വിഷയത്തിൽ ഞങ്ങൾ ഇടപെടത്തില്ലെന്ന്. ഇടതുപക്ഷ ഐക്യം എന്നൊക്കെ പറയും. എവിടെ പോയി ഇവരുടെ ഐക്യം? ഇവർ ഈ പറയുന്ന വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ ബൂർഷ്വാ മാധ്യമങ്ങൾ മെനയുന്ന കഥയുടെ പുറകെ നിന്നുകൊണ്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കേണ്ട ഗതികേടിലേക്ക് CPI വന്നില്ലേ? അതിനപ്പുറത്തേക്ക് ഈ കേസിന്റെ മെറിറ്റും ഡീമെറിറ്റും എന്താണ് എന്ന് CPI പഠിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു കാരണവശാലും CPIയുടെ ഭാഗത്തു നിന്ന് അങ്ങനത്തെ ഒരു അഭിപ്രായ പ്രകടനം വരത്തില്ലായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2029 നടക്കാൻ പോകുന്നത് ഇന്ത്യൻ ജനാധിപത്യം ഇതേ രീതിയിൽ ഇവിടെ നിലനിൽക്കണോ, ഇന്ത്യൻ ഭരണഘടന ഇതേ രീതിയിലൂടെ നിലനിൽക്കണോ എന്നതായിരിക്കണം എല്ലാ പാർട്ടികളുടെയും ഒരു മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. അതിനനുസരിച്ച് പ്രവർത്തിക്കാത്ത പക്ഷം BJPയുടെ 30 സംഘടനാ ജില്ലകളിൽ പകുതിയെങ്കിലും BJP കൊണ്ടുപോകുന്ന ഒരവസ്ഥ നമ്മളെല്ലാവരും കാണേണ്ടി വരും. കേരളത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള സമുദായമാണ് ഈഴവ സമുദായം എന്ന് പറയുന്നത്. ഈ ഈഴവ സമുദായത്തിലേക്ക് ഇവർ നടത്തിയിട്ടുള്ള കടന്നുകയറ്റം നിസ്സാരമല്ല. എങ്കിലും അതിനെ തടയിടാനൊന്നും ഇപ്പോൾ മലബാർ മേഖലയിൽ നിന്ന് ഈ ഒരു PMC ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംഘപരിവാർ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്ന സംസ്ഥാനത്തെ കോൺഗ്രസ് സർക്കാരിനെതിരെ ചില വികാരങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്ന്. പക്ഷെ അതുകൊണ്ടൊന്നും ഈഴവ വിഭാഗത്തിൻ്റെ കൊഴിഞ്ഞുപോക്കിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് CPM-ന് സാധിച്ചില്ലെങ്കിൽ തിരിച്ചുവരവ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അവരുടെ പാർട്ടി നേതാക്കന്മാർ തന്നെ ഇരുന്ന് ആലോചിച്ച് തീരുമാനമെടുക്കട്ടെ. ആ തീരുമാനം എക്സിക്യൂട്ട് ചെയ്യട്ടെ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഈ BJPയുടെ ഒരു ഹൈറാർക്കി നോക്കിക്കഴിഞ്ഞാൽ മേലെ നിന്ന് താഴെ വരെയുള്ളവർക്ക് CPM-നുള്ള പോലത്തെ തന്നെ ഒരു സംഘടനാ സംവിധാനമുണ്ട്. മുകളിൽ നിന്നൊരു ഓർഡർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള പ്രവർത്തകൻ അത് അക്ഷരം പ്രതി അനുസരിക്കും എന്നൊരു രീതി BJPയിലുണ്ട്. കോൺഗ്രസിന് അതില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഒരു ഓർഡർ ഇവിടുത്തെ ഒരു പ്രവർത്തകന് കിട്ടുന്നുണ്ടെങ്കിൽ അത് അയാൾ അക്ഷരം പ്രതി ചെയ്യും എന്ന കാര്യത്തിലും നമുക്കൊരു സംശയമില്ല. കൃത്യമായൊരു പ്ലാൻ BJPയുടെ കയ്യിലുണ്ട്. എന്താ പ്ലാൻ എന്ന് അറിയില്ലെങ്കിൽ പോലും കൃത്യമായൊരു പ്ലാൻ അവർക്കുണ്ട്. അപ്പോൾ ആ പ്ലാൻ ഇതിനോടകം തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും അതാണ് എൻ്റെ ഒരുക്കമാണല്ലോ ഇത്. ഇതിനകത്ത് മധ്യ കേരളം, അതായത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, ഈ 5 ജില്ലകളെ വേണമെങ്കിൽ നമുക്ക് മധ്യ കേരളം എന്ന് വിളിക്കാം. മധ്യ കേരളം അല്ല കേട്ടോ, മധ്യ കേരളം. അപ്പോൾ
ഈ രണ്ട് മേഖലകളുടെ ചുമതല കൊടുത്തിരിക്കുന്ന ആർക്കൊക്കെയാണ്? ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള രണ്ട്. യെസ്, അതാണ് അതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. അതൊക്കെ വെൽ പ്ലാൻഡ് ആണ്. വെൽ പ്ലാൻഡ് വെച്ചാൽ വെൽ പ്ലാൻഡ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം തിരുവല്ലയിൽ അനൂപ് ആന്റണി എന്ത് വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്? മോദി അടക്കം വന്നിട്ടുണ്ട് അവിടെ. മോദി അടക്കം വന്നു. എന്നാലും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായില്ലേ? അദ്ദേഹം ഇപ്പോൾ തിരുവല്ലയിൽ ഓഫീസ് എടുത്ത് അവിടെ നിന്ന് പ്രവർത്തിക്കുകയാണ്. ഇത് ആക്ച്വലി പലരും അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെന്ന് അത് തോന്നുന്നു. ശ്രദ്ധിച്ചാൽ നല്ലത്. അനൂപ് ആന്റണിയെ സംബന്ധിച്ചിട്ട് അനൂപ് ആന്റണിയൊക്കെ നിയമസഭയ്ക്കകത്ത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കഴിവും ശേഷിയുമുള്ള ചെറുപ്പക്കാരാണ്. അങ്ങനെയുള്ള ചെറുപ്പക്കാരാണ് നിയമസഭയ്ക്കകത്ത് ഉണ്ടാവേണ്ടത്. അവിടെ പറഞ്ഞ ഷോൺ ജോർജും വലിയ രീതിയിലുള്ള മുന്നേറ്റം പാലയിൽ നടത്തി. അതിനൊന്നും തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തൊന്നുമില്ല. ഏതൊക്കെയാലും ഒരു കാര്യം പറയാം, BJP ഏറെ മുമ്പിലാണ്. കോൺഗ്രസിനേക്കാളും CPM-നേക്കാളും ഒക്കെ ഏറെ മുമ്പിലാണ്. അവർ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആവശ്യത്തിന് പണവും അവരുടെ കൈവശമുണ്ട്. അതുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷ നേതാക്കന്മാരായാലും ശരിയാണ്, വലതുപക്ഷത്തെ കോൺഗ്രസ് നേതാക്കന്മാരായാലും ശരി, നിങ്ങൾക്ക് നേരെയും നാളെ ഇത് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നിയമത്തിൻ്റെ വഴിക്ക് പൊക്കോട്ടെ. പക്ഷേ ആ നിയമത്തിന് മുകളിൽ കൂടി അല്ലെങ്കിൽ ആ നിയമത്തെ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ആശയങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള ശ്രമമുണ്ടായാൽ അതിനെ തടയേണ്ട ഉത്തരവാദിത്വം ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ കോൺഗ്രസിനും ഉണ്ട് എന്ന കാര്യം മറന്നു പോകരുത് എന്നൊരു അഭ്യർത്ഥന മാത്രമേ മുമ്പോട്ട് വയ്ക്കാനുള്ളൂ.